ഗഗനചാരി സിനിമ കണ്ട് കണ്ടുവന്നതാണ്. അതായത് തിയേറ്റർ റിലീസാണോന്ന് അറിയില്ല, ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ലുലുവിൽ പ്രിവ്യൂ കണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ IFK അങ്ങനെ ഒരുപാട് ഇതിൽ പോയിട്ട് അവാർഡ് കിട്ടിയ പടമാണ്. പക്ഷെ ഒരു അവാർഡ് പടമല്ല, ഒരു സയൻസ് ഫിക്ഷൻ അങ്ങനത്തെ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. അതായത് വരും തലമുറ, അതായത് ഒരു 2043 ആ കാലഘട്ടത്തിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും പറഞ്ഞുള്ളൊരു സിനിമയാണ്. അതായത് ഈ ഏലിയനില്ല, അന്യഗ്രഹജീവി, അതൊക്കെ ഉള്ള കഥയാണ്. അതായത് ഇല്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ഏലിയനെ പ്രേമിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അങ്ങനത്തെ കുറേ കഥകളൊക്കെ ആയിട്ട് അതിൽ അഭിനയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഏലിയനായിട്ട് അഭിനയിച്ചിരുന്നത് അനാർക്കലിയാണ്. അനാർക്കലി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അനാർക്കലിനെ പോലെ തന്നെ അതിൽ പടത്തിലുള്ളത് KB ഗണേഷ് കുമാർ. പുള്ളി ഇപ്പോഴത്തെ മന്ത്രിയാണ്. പക്ഷേ പുള്ളി നല്ല രീതിയിൽ, അതായത് പുള്ളിയുടെ തഗടിയൊക്കെ നല്ല രസമാണ്. ത്രൂ ഔട്ട് പുള്ളിയുടെ കോമഡി റോളാണ്. അതേപോലെ തന്നെ അജു വർഗീസും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ്, പുള്ളിക്കാരനും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം എനിക്ക് വെറുതായിട്ട് തോന്നിയ, കാരണം ഒന്ന് സമയം അങ്ങനെ ലാഗൊന്നും തോന്നിയില്ല. അതായത് നമുക്ക് ഒരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്ത കാര്യങ്ങളാണ് സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഏലിയനെ പ്രേമിക്കുക, എന്നിട്ട് ആ പ്രേമം അങ്ങനെയൊക്കെ പോവാം. അത് കഴിഞ്ഞ് ഏലിയനൊക്കെ അവരുടെ മറ്റേ പേടകത്തിലൊക്കെ കയറി പോണ ഇതൊക്കെ ഉണ്ട്, രംഗങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ VFX ഇതിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എന്തായാലും പടം എനിക്ക് വാച്ചബിളായിട്ട് തോന്നിയത്, ഒരു ലാഗോ അങ്ങനെ കാര്യങ്ങൾ തോന്നിയില്ല. എന്തായാലും ഞാൻ ഒരു 5ൽ ഒരു 4 അല്ലെങ്കിൽ 3.5, 4 കൊടുക്കാം. കാരണം കുഴപ്പമില്ല, പടം നല്ല രസമുണ്ട്. എന്തായാലും അത് ഇനിയിപ്പോൾ തിയേറ്ററിൽ റിലീസായില്ലെങ്കിൽ OTT ആയാലും വരുമ്പോൾ കാണാൻ ശ്രമിക്കുക. നല്ലൊരു സിനിമയാണ്.